വണ്ടർഫുൾ സുധീഷ് നമുക്കൊപ്പം ഇവിടെയുണ്ട്. സുധീഷുണ്ട്. സുധീഷ് അദ്ദേഹത്തിന് വ്യക്തിപരമായി നല്ല ബന്ധമുള്ളതാണ്. കുറേ കാലം വെയിലടിക്കുന്നില്ല. പറയുന്നു ഇന്ത്യയുടെ മരണം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. അത്ര കണിശതയോടുകൂടിയാണല്ലോ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയോടൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം, മരണത്തെക്കുറിച്ചുള്ള സങ്കല്പം എങ്ങനെയാണ്. അതൊരു ടി വിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ അവസാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു സങ്കല്പമൊന്നുമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അധികം കിടക്കാതെ അങ്ങനെ കടന്നു പോയാലും ആളുകൾ വന്നിട്ട് മരിച്ചോ മരിച്ചില്ലയോ എന്ന് ചോദിക്കാത്ത രീതിയിൽ ഒരു കാറ്റ് വന്ന് ഒരു ജ്വാല അണയുന്നത് പോലെ എനിക്ക് പോകണമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ പോകാൻ സാധിച്ചില്ല. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചൊരു മനുഷ്യനാണ്, പക്ഷേ ഈ ആഗ്രഹം സാധിച്ചില്ല. ചെറിയ താമസമൊന്നുമില്ല, വലിയ താമസം. എല്ലാവരും വന്നിട്ട് മരിച്ചില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചു. എനിക്ക് തന്നെ എത്ര പോകണമെന്ന് അറിയാം, മരിച്ചില്ലയോ. ഇല്ല 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 ആഗ്രഹിച്ചില്ല. എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അതല്ലേ ഇന്ന് പത്രമില്ലാത്ത ദിവസം തലേന്ന് തന്നെ അദ്ദേഹം മരിച്ചുള്ളൂ. അതെ, പിന്നീട് പത്രത്തിന് സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവും. പിന്നെ ഇത്രയും വയസ്സ് വരെ ജീവിക്കാനൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ യൗവനത്തിൽ തന്നെ, യൗവനം എന്ന് പറഞ്ഞാൽ ഒരു 80-ൻ്റെയൊക്കെ ഒരു യൗവനത്തിൽ തന്നെ ലോകത്തോട് യാത്ര പറയാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തെ 91 വയസ്സ് വരെ കാലം കൊണ്ടുപോയി. ഈ 91 വയസ്സെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കഥ എഴുതിയിട്ട് 30 വർഷമായി. അവസാനത്തെ കഥ എഴുതിയിട്ട് കഥ കൽപ്പാന്തം എഴുതിയത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ 80-കൾക്ക് ശേഷം കാര്യമായ വർക്കൊന്നുമില്ല. വാരണാസിയൊക്കെ അതിൻ്റെയൊക്കെ മുമ്പാണ്. അപ്പം കഴിഞ്ഞ ഒരു 10 വർഷം ഒന്നും ചെയ്യാതെ ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ച് അങ്ങനെ ബുദ്ധിമുട്ടി വന്നിട്ടുണ്ട്. വായനയുണ്ട്, പക്ഷേ വായനയും അങ്ങനെ ഒരു പൂർണ്ണമായ വായനയൊന്നുമല്ല. അത് പറയാറുണ്ട്, ക്ലേശാണ്, കണ്ണിന് പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എല്ലാ മനുഷ്യരും എം ടിയെ വായിക്കുമ്പോൾ തൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാവം എം ടിയുടെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രത്തിൽ കാണും. അതാണ് ആ എഴുത്തുകാരൻ്റെ ഒരു വിജയം. അതായത് ഒരു ശരാശരി മലയാളിയുടെ പ്രതിരൂപം ആണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ. ഇന്നത്തെ മലയാളിയല്ല, അന്നത്തെ കാലത്തിൻ്റെ മലയാളി. ഇന്ന് മലയാളി മാറിപ്പോയി. അപ്പോൾ അന്നത്തെ മലയാളിയുടെ എല്ലാ രൂപങ്ങളും അദ്ദേഹം കഥാപാത്രങ്ങളാക്കി മാറ്റി. അത് നാലുകെട്ടിലെ അപ്പുണ്ണിയിൽ നിന്ന് പിന്നീട് അത് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയിലേക്ക് വരുമ്പോൾ, കാലത്തിലെ സേതുവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അത് മാറി മാറി വന്നു. അപ്പുറത്തെ സ്ത്രീകളും മാറി മാറി വന്നു. ഇപ്പം മഞ്ഞിലെ വിമലയിൽ നിന്ന് ഉള്ള ഒരു പരിണാമം, അത് പഞ്ചാഗ്നിയിലെ നായിക കഥാപാത്രത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പരിണാമമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഈ ബോൾഡായിട്ടുള്ള സ്ത്രീകൾ കുറവാണ്. എല്ലാം പാവം പിടിച്ച പെണ്ണുങ്ങളാണ്. ആകെ കൂടി ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ ഒന്ന് കുട്ടിയെടുത്തിയും ഒന്ന് പഞ്ചാഗ്നിയിലെ ഇന്ദിരയാണ്. ബാക്കിയൊക്കെ പാവം പിടിച്ച പെണ്ണുങ്ങൾ. കാത്തിരിക്കാൻ വിധിക്കപ്പെടുകയോ കാത്തിരിപ്പിനൊടുവിൽ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നവരാണ്. പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവർ, കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവർ, അവമതിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, ഈ തന്നോട് മാത്രം സ്നേഹമുള്ള സേതുവിനെ സ്നേഹിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയവർ, ഇങ്ങനെയൊക്കെയാണ്. ഒടുവിൽ സുമിത്രക്ക് അത് പറയേണ്ടി വന്നു. അത് സ്ത്രീ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് എഴുതിയത്. പക്ഷെ അത് അതിന് കാരണം പറയുന്നുണ്ട്. കാരണം എൻ്റെ ചുറ്റുപാടുള്ള പെണ്ണുങ്ങളൊക്കെ പാവം പിടിച്ച പെണ്ണുങ്ങളാണ്. ഞാൻ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. അദ്ദേഹം ഈ മറ്റേ കോന്തുണി നായരെ പോലുള്ള ആളുകളെയൊക്കെയാണ് അദ്ദേഹം കണ്ടത്. അല്ല പരിക്കൻ പുരുഷ കഥാപാത്രങ്ങൾ. ശ്രീ വി എസ് സുധീഷാണ്. ശ്രീ വി എസ് സുധീഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്ത്, അതിൽ അദ്ദേഹത്തിന് ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എഴുത്ത് ഇല്ലാതിരുന്നാൽ പിന്നെ ഒരു എഴുത്തുകാരൻ ശരിക്കും പറഞ്ഞാൽ മരിച്ചു എന്നാണ് പറയുക. ആ എഴുത്തിലൂടെയാണല്ലോ പിന്നീട് ജീവിക്കുക. വായിക്കാനായിരുന്നു ആഗ്രഹം. ഒരു ദിവസം 300 പേജുകൾ വായിച്ചിരുന്ന എം ടി വന്ന് 50 പേജുകളിലേക്കും പിന്നീട് 10 പേജുകളിലേക്കും പിന്നീട് കണ്ണുപിടിക്കാത്ത അവസ്ഥയിലേക്കും ഒക്കെ ചുരുങ്ങുന്നുണ്ട്. പക്ഷേ അവസാനം KLF-ൽ വന്ന് അദ്ദേഹം നടത്തുന്ന പ്രസംഗവും അദ്ദേഹം പിന്നീടുള്ള പ്രതികരണങ്ങളുമൊക്കെ, പിന്നെ അതിനെ തുടർന്ന് മറ്റ് വിവാദങ്ങൾക്കൊന്നും അദ്ദേഹം ഒരു തവണ